അപ്പുറേക്ക് നോക്കുന്നു. ഇപ്പൊ ഞങ്ങൾ എവിടെയുള്ളതെന്നറിയാവോ? ഇപ്പൊ നമ്മളുള്ളത് ഡ്യൂസൽഡോർഫിലാണ്. ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. എവിടെയാണ് ഡെസ്റ്റിനേഷൻ? അത് നിങ്ങൾക്ക് തംബ്നെയിലിൽ കാണാം കേട്ടോ. തംബ്നെയിലിൽ എന്തായാലും നിങ്ങൾ അറിയും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഡ്യൂസൽഡോർഫിലാണ്. ഞങ്ങളുടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ ഫ്ലിക്സ് അല്ല, വേറെ നമ്മുടെ നമ്മുടെ ബസ് വരാൻ ഒരു 3/4 മണിക്കൂറും കൂടി ഉണ്ട്. 3/4 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ബസ് വരും. അപ്പൊ നമ്മള് കേറും. നമ്മുടെ കൂടെ 2 പേരും കൂടി ഉണ്ട്. അവര് ബാത്റൂമിൽ പോയിക്കുവാണ്. ഞങ്ങൾ ഇനി അവിടെ ഞങ്ങള് ബസ്സിൽ കയറാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ബസ്സിൽ കയറി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കേൾക്കണ്ടോന്നറിയില്ല. ഫുള്ളായി ബസ്സൊക്കെ എടുത്തിട്ടില്ല. എന്താ ജിത? ഇവിടെ ജിതയുണ്ട്. ഇവിടെ കാണാനുണ്ട്. ഇവിടെ ബസ് എടുത്തിട്ടില്ല. അപ്പോൾ ബസ് എടുത്തു. ബസ്സിന് ഒരു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവർ നമുക്ക് വേണ്ടി ഒരു ബ്രേക്ക് തരും. എല്ലാവർക്കും രാവിലെ ആകുമ്പോൾ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഡ്രസ് ചേഞ്ചിങ് ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇനി പാരീസിൽ ചെന്നിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഇനി പയ്യ ഉറങ്ങാനൊക്കെ പോകാം. So take a look, please. Very soon we will come to Champs-Élysées. Champs-Élysées, this is the main avenue of Paris. You will see very soon. Take a look, please. ഞങ്ങളപ്പോ ഉള്ളത് ഇപ്പൊ പാരീസിലാണ്. പാരീസ് കാണിച്ചെടുത്തേ. പാരീസ് കാണിച്ചത് ഞങ്ങളെ കാണില്ല. ഐഫിൽ ടവർ ഐഫിൽ ഈ ഐ അല്ലേ? ഈ ഐ ആകുമ്പോ ജർമ്മനിലാണെങ്കിൽ ഐഫിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ?
നമ്മളിപ്പോ ഇങ്ങോട്ടാ ഫസ്റ്റ് പോകുന്നതെന്ന് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കാണാനും വേണ്ടിയിട്ട്. ഞങ്ങളുടെ ബസ്സിലത്തെ ഗൈഡ് ഞങ്ങൾക്ക് എല്ലാം പരിചയപ്പെടുത്തി തന്നിട്ട് അവർ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോയി. സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല പറയാം, ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അല്ല, അവള് പറഞ്ഞെങ്ങനെ ലീവ് ദ ബസ്, only 5 minutes ലീവ് ദ ബസ്. ഇപ്പൊ നമ്മളാരെ ദൊറോത്തി മദാമ ആൻഡ് മൊണാലിസ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓ ഓ ഇതേതാ സുന്ദരി, ബൂട്ടൊക്കെ ഇട്ട് ഇറങ്ങിയേക്കുക. ഞാനാണോ? ഇതെങ്ങനെ എന്തൊരു ബുദ്ധിമുട്ടൊക്കെയാണ് നോക്കണേ. കുഷ്മിണ്ടാ ഓ ഇത് കടിക്കട്ടെ. പുതിയ അതെ, ഇതാണ് ജിതയുടെ അനിയത്തി ചൂട. ഗൈഡാണ്. അതെ അതെ, ഗൈഡ് കാണോ. കണ്ടു ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് പോണം. അറ്റ് ലാസ്റ്റ് ഐഫിൽ ടവറിലെത്തിയിരിക്കണു. നമ്മളപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു പാലമുള്ളൂ, അപ്പോൾ അതിൻ്റെ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു. ഇവരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാ. സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ അതെ, നമ്മൾ നമ്മുടെ ഐഫിൽ ടവറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ജിത, ഹൗ ഡു യു ഫീൽ? ഒന്നുമില്ല, നല്ല വെയില, ഭയങ്കര വെയില. ബട്ട് സൂപ്പർ. ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്സിലത്തേക്ക് വേണമെങ്കിൽ ബസ് പാസ് ഒക്കെ എടുക്കണം, റേറ്റ് ബസ് കയറാൻ നിൽക്കുക. ഇവിടെ 12 യൂറോ ആണ്. 12 യൂറോ കൊടുത്ത് നമ്മൾ ഇന്നത്തെ ദിവസം കറങ്ങാൻ വേണ്ടി ബസ് ടിക്കറ്റ് എടുത്തു. മടുത്ത ജിതയും ഇപ്പോൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര രൂപ മുടക്കി? 12 ഫുൾ കറങ്ങാവോ? 1 ഡേ ഫുള്ള് എല്ലാ വണ്ടിയിലും കയറാം. ഓനെ ഷിപ്പ്, ഷിപ്പല്ല ബോട്ട്. ബോട്ടിൽ ഞങ്ങൾ ഈവനിങ് കയറും. അത് 10 യൂറോ. അത് ഞങ്ങളുടെ പാക്കേജിലുള്ളതാണ്. നമ്മൾ വന്നതിനകത്ത് അങ്ങനെ ഉള്ളതാണ്. ഗ്രൂപ്പായിട്ട് കയറുന്നതാണ് 10 അല്ലെങ്കിൽ 15 ബോട്ടിൽ കയറുന്നതിന്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മൊണാലിസ മ്യൂസിയം. അതിനകത്ത് കയറ്റി വെക്കണം, അവിടെ ചെല്ലുമ്പോൾ അറിയാം. ഇതാണ് മ്യൂസിയം മൊണാലിസ. ഞങ്ങളപ്പോൾ അതെ, ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ ലുക്ക്. ഞങ്ങൾ മ്യൂസിയത്തിൽ പോവാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഭംഗി പോയി. 3 തിരിഞ്ഞ് അപ്പോൾ നല്ല ഭംഗിയാണ്. മ്യൂസിയത്തിൽ വന്നു, പക്ഷേ മ്യൂസിയത്തിന്റെ എൻട്രൻസ് അറിയില്ല. കണ്ടുപിടിക്കാൻ പോകുന്നേ പിരമിഡ്. ഇതാണ് ഇതിന്റെ എന്തോ മൊണാലിസയുടെ എന്തോ മ്യൂസിയാണ്. കോളേജോ ചുറ്റും ഇതാ. ഇങ്ങനെ ഒരു സൂപ്പർ. അയ്യോ, കുഞ്ഞോ ഞങ്ങളുടെ പുറകിൽ ഓടിയിരുന്നു. വിശന്ന് അടപടലം കത്തി നിൽക്കുന്ന ജിത. ജിത എന്നോട് പറഞ്ഞു ഫുഡ് എന്നാ മൂഡ് വരണമെങ്കിൽ ഫുഡ് കഴിക്കണം. നല്ല വെയില. എനിക്കൊരു മടിയില്ല. അയ്യോ പാവട്ട.
ഇതാണെങ്കിൽ കത്തായില്ല. നമ്മളപ്പോ ഫുഡ് കഴിയാൻ വന്നു. ഞങ്ങൾ കുറെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോ കാണിക്കാം. കത്തി സ്പൂണ് മാത്രമേ ഉള്ളൂ. എല്ലാം മെല്ലെ മെല്ലെ വരും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ ഉഷാറായി. എന്റെ കൂടെ നമുക്ക് ഫോണിൽ ചാർജ് ചെയ്യണം അത്യാവശ്യമായിട്ട്. ആരുടെ ഫോണിൽ ചാർജ് ഇല്ല. ആരുടെ ഫോണില് എന്റെ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടർ വന്നു. എന്താ അതിന്റെ പേര്? ഒനിയൻ സൂപ്പ്. ഒനിയൻ സൂപ്പ് വന്നു. പക്ഷെ ഇതില് ബ്രെഡ് ആണ് കാണുന്നത്. പക്ഷെ ഇതിന്റെ പേര് ഒനിയൻ സൂപ്പ്. അത് മേളില് ബ്രെഡ് റോസ്റ്റ് ആണ്. അതിന് വേണ്ടി ചീസ്. എന്നിട്ട് എന്തൊരു പൂവുണ്ട്. ടേസ്റ്റ് പറയാം. ഇതിനകത്ത് ഉള്ളിയൊക്കെയാണ്. ഒനിയൻ സൂപ്പ്. അതുകൊണ്ടാണ് ഇതിലെ ഉള്ളി. ചൂട് ചൂട്. നീ ആ സാധനത്തിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞതാ? ഇതാണോ? ഓക്കെ. അടുത്ത സാധനം ഇത് വരുന്നത് പുലാത്ത. പുലാത്ത അത് സ്റ്റാർട്ടറാണ്. ഇനി അതിന്റെ ചൂണ ട്രൈ ചെയ്യും. പുഡിങ് പറയുക. ഇതിൽ മാതള നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ചൂടൊന്നും വിട്ടില്ല. ചൂട പൊട്ടയാണോ? ഇതുപോലെക്ക് ഇഷ്ടപ്പെടില്ല. ചെയ്ത ഇത് തന്നെയാണോ? അപ്പൊ ആരും ഇത് ട്രൈ ചെയ്ത്. അയ്യോ ഇത് ചിതയുടെ കണ്ണിക്കൂടെ. സ്റ്റാർട്ടേഴ്സിന് ശേഷം ഞങ്ങൾക്ക് മെയിൻ കോഴ്സ് വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവരും വിശന്നപ്പോൾ അത് കണ്ടപ്പോൾ കഴിച്ചു. ബീഫ് സ്റ്റേക്ക് ഒക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അടുത്ത ഇതിന് വരുന്ന അടുത്ത ഡെസേർട്ട് വന്നിട്ട് അതിന്റെ പേരെന്താ? ചൂടുണ്ടാവേ. ഡെസേർട്ട് തണുപ്പല്ലേ? ബട്ടർ സ്കോച്ച്. ഇതൊരു ബട്ടർ സ്കോച്ചിന്റെ ടേസ്റ്റ് ആണ്. അപ്പൊ ഇനി അതെടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് കാണിക്കാൻ പറ്റിയില്ല. വിശപ്പിന്റെ ആക്രാന്തത്തിൽ അത് കഴിച്ചു പോയി. ഇനി അത് കഴിക്കാം. ഇതാണ് എക്സ്പ്രഷൻ. അല്ല ബട്ടർ സ്കോച്ചാ. ഞാൻ കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. സ്റ്റാർട്ടർ മാത്രം ചെറിയൊരു പ്രശ്നം. പിന്നെ അല്ലാതെ നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ലൊക്കേഷൻ നോക്കുക. പോകുന്തോറും നല്ലതായി. സ്റ്റാർട്ടറിന് എനിക്ക് ഫസ്റ്റ് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ പിന്നെ ഇവര് അതെ ബസ്സിൽ ഞങ്ങൾ വന്നപ്പോൾ ജിതാർന്നു പാടം കണ്ടെന്നു. പാടം അങ്ങനെ ഞങ്ങൾ പാടത്തെത്തിയത്. എവിടുന്ന് പാടം പൂ കണ്ടപ്പോ അവൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ആൾക്കാരൊക്കെ ചൂടൊക്കെ എൻ്റെ അവിടെ കിടക്കുന്നു ഇരിക്കുന്നു. ഏതോ പാർക്കിൽ അപ്പോൾ ഞങ്ങൾ സ്ഥലം അറിയില്ല ഞങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണ്. ഏതോ ഒരു പാർക്കാണ്. ബസ് ഇപ്പോൾ കണ്ടു. ജിത കണ്ടു. പാടാന്ന് സംശയിച്ചു. ഞങ്ങൾ അവിടെ ഇറങ്ങി. അതെ ഇവിടെ ഇറങ്ങി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ തണലത്തൊക്കെ എല്ലാവരും കസേരയൊക്കെ ഇട്ട് ബുക്ക് വായിക്കുന്നു, ഉറങ്ങുന്നു, കിടക്കുന്നു. അതിനെല്ലാം ഉണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പോവാ. എങ്ങോട്ടാണെന്നറിയോ? ഞങ്ങൾക്കും അറിയില്ല. ഞങ്ങൾ വന്നിട്ട് നൈറ്റാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിൽ. അതുകൊണ്ട് ഐഫിൽ ടവറിൻ്റെ അവിടെ ഒന്നും മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നൈറ്റിൽ ഞങ്ങൾക്ക് അവിടെ ബോട്ടിൽ റൈഡുണ്ട്, ലൈറ്റൊക്കെ കാണിക്കാം. അപ്പോൾ അന്നേരം
ഫോട്ടോ എടുക്കാൻ ഇന്ന് ഞങ്ങൾക്ക് 10 മണി വരെയാണ് സമയം അല്ലേ? 10 മണി വരെയാണ് കറങ്ങാൻ സമയം, ഫ്രീഡം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ 10 മണി വരെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞങ്ങൾ മെട്രോയിൽ ഞങ്ങൾക്ക് ഇപ്പം ഇന്ന് ഞങ്ങൾ 12 യൂറോ കൊടുത്ത് വെറുതെ ടിക്കറ്റ് എടുത്തല്ലോ. അപ്പോൾ 12 യൂറോക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അത് യൂട്ടിലൈസ് ചെയ്യണം. അത് തന്നെ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ ഇവിടെ കട്ടായി പോയി അറിയാണ്ട് ഞാൻ കട്ട് ചെയ്തത്. ജൂണാ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വെച്ച് കാണാം. പാരീസിലെ തെരുവീതികളിലൂടെ നമ്മൾ പോയി നടക്കുകയാണ്. നമ്മളല്ല ജൂലിയ, ഇത് സ്റ്റുഡന്റ് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഓരോ സ്ട്രീറ്റ്, ഓരോ ഡിസ്ട്രിക്റ്റുകൾ അങ്ങനെ. പിന്നെ അപ്പോൾ നടന്നോണ്ടിരിക്കുകയാണ്. വയ്യാണ്ടായി, പക്ഷെ ഒരു കാറ്റുണ്ട് ഇപ്പം. ഞങ്ങൾ എല്ലായിടത്തും പോയിരിക്കുകയാണ് അപ്പച്ചനൊക്കെ ഞങ്ങൾക്ക് ഭ്രാന്തായിരുന്നു. അപ്പച്ച ഞങ്ങൾക്ക് ഭ്രാന്തായതല്ല, വീഡിയോയുടെ ഒരു ഇതാണ്, തീക്ഷ്ണതയാണ്. ഇവിടെ എല്ലാം ഇതുപോലത്തെ ബിൽഡിങ്ങുകളാണ് എല്ലാവരും ഇങ്ങനെ. പിന്നെ കുറച്ച് ഒഴിച്ചാണെല്ലാം, അത്രേ ഉള്ളൂ. നല്ലൊരു സ്ഥലത്ത് കാണാം. ഞങ്ങൾ വീണ്ടും അന്ന് ഫ്രാൻസിൽ പോയപ്പോൾ നമ്മൾ മാക്രോൺസ് കഴിച്ചു. അതുപോലെ ഇപ്പോഴും മാക്രോൺസ് തേടിയുള്ള നടപ്പാണ്. ഇത് പാരീസ്, ഇത് ഫ്രാൻസിലെ പാരീസ്, അത് ഫ്രാൻസിലെ സ്ട്രാസ്ബുർഗ്, ഇത് കറക്റ്റ് പാരീസ്. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ. ബെർഗമോണ്ടെ, അത് വാനില, കോക്കനട്ട്, കോഫി ബെർഗമോണ്ടെ. ചോക്ലേറ്റ് ജൂലിയാണോ? ചോക്ലേറ്റ് ആരാ പറഞ്ഞേ? എങ്ങനെയുണ്ട്? ഒരു കോക്കനട്ട്, ഒരു വാനില. ഇത് വാനില.
ക്യാൻഡീസ് ഒക്കെ വാങ്ങിച്ചു. നിങ്ങളത് കണ്ടില്ലേ? ഇപ്പൊ ഞങ്ങള് പുതിയ വ്ളോഗറാണ്. അതെ അതെ. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തോ. എനിക്ക് വേറെ യൂട്യൂബ് ചാനലുണ്ട്, പക്ഷെ പ്രൈവറ്റ് അത് പബ്ലിക് ആക്കും നമ്മള്. അപ്പോൾ ഞങ്ങളിവിടെ ഫാർക്കാരുടെ എടുത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളിവിടെ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല. സോ ഞങ്ങൾ വിചാരിച്ചു മെട്രോയിൽ വെറുതെ കയറാമെന്ന്. ഒരു 5 മിനിറ്റ് മെട്രോയിൽ കയറിയിട്ട് ഞങ്ങൾ ഇറങ്ങും. എങ്ങനെ ഉണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനാണ് പാരീസിലെ മെട്രോ. പിന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്, എത്താറായിന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ക്യാൻഡീസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നാ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആണല്ലോ. ഇവിടെ സാംസങ്ങിന്റെ വലിയ പരസ്യമൊക്കെ ഉണ്ട്, പക്ഷെ കാണിക്കാൻ പറ്റില്ല. എവിടെയും സാംസങ് ഫോണൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്താ അപ്പൊ നമുക്ക് ജൂലിക്ക് തിരിച്ച് കൈമാറാം. നമ്മള് ട്രെയിൻ കയറാൻ പോവാണ്. മെട്രോണ് ട്രെയിൻ. ഇവിടുത്തെ മെട്രോ കണ്ടോ, ടയറുള്ളതാണ്. ടയറുള്ള മെട്രോ ആണ്. പഴയ കാലത്ത് മെട്രോ ആണ് ഇവിടുത്തെ. ഇൻട്രസ്റ്റിംഗ് എടാ. ഞങ്ങളിപ്പോ ചോക്ലേറ്റ് ട്രൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് എല്ലാവർക്കും ഞാൻ വിചാരിച്ചു ഭയങ്കര കൊക്കക്കോളയാണെന്നാണ് പറയുന്നത്. ഞാൻ വാങ്ങി മറ്റേ കുപ്പിയും കൊക്കോളാണ്. കുഴപ്പമില്ല, രണ്ടെണ്ണം ഓക്കെയാണ്. ഇതെന്താ? ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ്. എന്താ ഷേപ്പ്? നിന്ന് സാധനം ഇതിന് ഞാൻ വീഡിയോ അയച്ചു കൊടുത്തില്ല. വാങ്ങരുത്, നോട്ട് റെക്കമെൻഡ്. അതിനോട് കൂടെ നമുക്ക് നിർത്താം. ഒരു ബാക്കി പിന്നെ ഇതാണ് മിഠായി. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നത്. ഇനി പിന്നീട് ബാക്കി നമ്മൾ ട്രൈ ചെയ്യാം, കാരണം തലക്കടിക്കാം. ഞാൻ വിചാരിച്ചു ഇത് കല്ലിൻ്റെ ടെക്സ്ചറാണ്, പക്ഷെ ഇത് കല്ലിൻ്റെ ടെക്സ്ചറല്ല. ഇത് ഞങ്ങളുടെ സ്പോഞ്ച് മതി കേട്ടോ. ഇത് കൊക്കോള തന്നെ. ഇതെല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി ബാക്കി അടുത്ത സ്റ്റോപ്പ്. ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? പിന്നെ ഇഷ്ടപ്പെട്ടത് ഏതാ? ഇനി കുറെ ഭംഗിയുള്ള കളർ വരാനുണ്ട്. ബ്ലാക്ക്ബെറി, റാസ്ബെറി. എനിക്കതാണ് ഏറ്റവും ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം വാട്ടർമെലാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനി ബാക്കി അടുത്ത്. പിന്നെ നമ്മളിപ്പോൾ ഐഫിൽ ടവറിന്റെ നല്ല വ്യൂ ഉള്ള സ്ഥലത്തേക്ക് വന്നു. ഒരു ഐഫിൽ ടവർ കാണാൻ പറ്റുന്നു. ഐഫിൽ ടവറിനല്ല, ഐഫിൽ ടവർ കാണാൻ പറ്റുന്നു. ചെറുതാ, പക്ഷേ ആക്ച്വലി ഇത് വെരി ബിഗ്, വെരി വെരി ബിഗ്. ഇതിന്റെ കണ്ട അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് കണ്ട. ഞാൻ വിചാരിച്ചത് ഇത്രയും വലുതാണ്. ഓ, നീ ഓർത്തത് ഇതിനെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടം പോലെയാന്നാ.
ബോട്ടിൽ കയറാൻ പോവാണ്. ഞങ്ങളുടെ പുറകിലൊരു ബോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ അതല്ല അതിനേക്കാളും വരാൻ പോകുന്നേ ഉള്ളൂ. വരാൻ പോകുന്നു. അപ്പത്തേനും ഞങ്ങളുടെ പുറകിൽ കാണുന്ന ഈ ഈഫൽ ടവറിൽ ഫുൾ ലൈറ്റ് ആവും. ഈ പെട്ടെന്ന് നോക്കി ഞങ്ങളിവിടെ വൈദ്യുതിക്കാണ്. അയ്യോ സൂപ്പറല്ലേ സൂപ്പർ ഒരു വണ്ടിയിൽ 5 ലക്ഷം കിട്ടും. ഒരാളുടെ 10 euro വെച്ച്. 右舷是法国外交部，俗称奥赛河沿。